Dear students, once again welcome back to the economics class. In the previous classes of economics, we have discussed about the human capital formation and the sources of human capital. Today, we are going to discuss about the human capital formation in India. ഇന്ത്യൻ എക്കണോമിയിൽ എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്കണോമിക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്ത്യ എമേർജിംഗ് എക്കണോമിക് സൂപ്പർ പവർ ആൻഡ് നോളജ് എക്കണോമി. ഇന്ത്യ വളരുന്ന വൻ സാമ്പത്തിക ശക്തിയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ഭാഗം. എ റിപ്പോർട്ട് published by the famous investment bank Goldman Sachs called BRIC report. BRIC report is Dreaming with BRICS, the path to 2050. Predict India would emerge as the third largest economy after USA and China by 2032. അടുത്ത കാലത്ത് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഗണ്യമായിട്ട് ഉയർന്നിട്ടുണ്ട്. ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗം വളരുന്നതിൽ രണ്ടാം സ്ഥാനം ഇപ്പോൾ ഇന്ത്യക്കാണ് ഉള്ളത്. 21-ാം നൂറ്റാണ്ട് ഒരു ഏഷ്യൻ നൂറ്റാണ്ടായിരിക്കുമെന്നും ചൈനയും ഇന്ത്യയുമാണ് അതിൽ പ്രധാന പങ്ക് വഹിക്കുകയെന്നും സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ പരക്കെ ഒരഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുറേയധികം നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മളുടെ എക്കണോമിയിൽ സംഭവിച്ച പാൻഡമിക് സിറ്റുവേഷനൊക്കെ ഈ ഒരു വളർച്ചയെ പുറകോട്ടടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സർവേയുടെ ഫലമായിട്ട് ഈ ഹ്യൂമൻ ക്യാപിറ്റലിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രാജ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയും ചൈനയും വളരെയധികം ആഗോളതലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് കൺട്രീസാണ്. 21-ാം നൂറ്റാണ്ടിലെ വൻ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നു വരുമെന്ന് പ്രവചിച്ച പല സാമ്പത്തിക റിപ്പോർട്ടുകളും ഈയിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. പ്രസിദ്ധ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കായ ഗോൾഡ്മാൻ സാക്സ് പ്രസിദ്ധീകരിച്ച ബ്രിക് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2032 ആകുമ്പോഴേക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും പിന്നിൽ 3-ാം സ്ഥാനത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയായിരിക്കുമെന്നും അവർ പറയുന്നുണ്ട്. ഇവിടെ 2032 കടക്കുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമി എന്നുള്ള നിലയ്ക്ക് 3-ാം സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് റിപ്പോർട്ട്, the period 2000 to 2050 would be dominated by the BRIC countries. ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2000 മുതൽ 2050 വരെയുള്ള കാലഘട്ടത്തിൽ മേധാവിത്വം ബ്രിക് രാജ്യങ്ങൾക്കായിരിക്കും. ബ്രിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന. എന്തായാലും ഇപ്പോൾ ബ്രിക് രാജ്യങ്ങളിൽ അതിവേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ബ്രിക് കൺട്രീസ്, ബ്രിക് എക്കണോമീസ് ഇവിടെ വളരെ വലിയ ഒരു മാറ്റം, ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൗ സൗത്ത് ആഫ്രിക്ക ഹാസ് ബീൻ ആഡഡ് ടു ബ്രിക്, മേക്കിംഗ് ബ്രിക്സ്. ഇപ്പോൾ ഇതിൽ ദക്ഷിണാഫ്രിക്കയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബ്രിക് എന്നുള്ളത് ബ്രിക്സ് എന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. India's strength lies in services. India's greatest asset is its human capital. ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് എന്താണ്? സേവന മേഖലയിലാണ്. ഇന്ത്യയുടെ വലിയ ഒരു അസറ്റ് എന്തായിട്ട് നിലനിൽക്കുന്നുണ്ട്? ഹ്യൂമൻ ക്യാപിറ്റലായിട്ട്, മനുഷ്യ മൂലധനമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പൂൾ. നമ്പർ 1 ഈസ് അമേരിക്ക of trained technical, scientific, managerial, human resources in the world. പരിശീലനം സിദ്ധിച്ച സാങ്കേതിക വിദഗ്ധർ, ശാസ്ത്രജ്ഞർ, മാനേജ്മെൻറ്റ് വിദഗ്ധർ തുടങ്ങിയിട്ടുള്ള മനുഷ്യ വിഭവങ്ങളുടെ സമ്പത്തിൽ ലോകത്തിൽ 2-ാം സ്ഥാനം തന്നെയാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ്. ഇന്ത്യാസ് സ്ട്രെങ്ത് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് എൻ ആഡഡ് അഡ്വാൻറ്റേജ്. ഇംഗ്ലീഷ് പരിജ്ഞാനം നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിലുള്ള ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ട് മാറാറുണ്ട്. In a recent report, the World Bank argues that India should make a transition to knowledge economy. ഈ മനുഷ്യ മൂലധന മേന്മ കൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇന്ത്യസ് വാസ്റ്റ് ക്വാളിഫൈഡ് ഹ്യൂമൻ റിസോഴ്സസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം ആർ ഇന്ത്യസ് സ്ട്രോങ് പോയിൻറ്റ്സ്. ദിസ് വിൽ ഫെസിലിറ്റേറ്റ് ഇന്ത്യാസ് എമർജൻസ് ആസ് എ നോളജ് എക്കണോമി. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇത്തരത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അതേപോലെ തന്നെ ശാസ്ത്രം, സാങ്കേതിക വിദ്യയിലുള്ള മുന്നേറ്റം, അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യം, ജനാധിപത്യ വ്യവസ്ഥ, ഇവയൊക്കെ എന്താണ്? ഇന്ത്യയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇത് ഇന്ത്യയെ ഒരു നോളജ് എക്കണോമിയായിട്ട് മാറ്റാനായിട്ട് കാരണമാകുന്നുണ്ട്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, ഗ്രേറ്റ് prospects.
human capital formation is the result of investment in education, health, on-the-job training, migration and information. ഇത് നമ്മൾ ഓൾറെഡി ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ മേഖലയിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ തുടങ്ങിയ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമ്പോഴാണ് അവിടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നത്. ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് exist in education and health, but major part of the investment in education and health comes from the government. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഗവൺമെൻറ് തന്നെയാണ്. സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ് മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. സെൻട്രൽ ഗവൺമെൻറ്റുകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, അതേപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റുകളും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ധാരാളമായിട്ട് നടത്തുന്നുണ്ട്. പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ആർ ഏരിയാസ് ഇൻ വിച്ച് മാർക്കറ്റ് മെക്കാനിസം ഡസ് നോട്ട് ഫങ്ഷൻ എഫക്റ്റീവ്ലി. ഒരു ഇക്കണോമിയിൽ നടക്കേണ്ടുന്ന സാമൂഹ്യ പ്രക്രിയയാണ് പ്രൈമറി എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഹെൽത്ത് തുടങ്ങിയ മേഖലകൾ. അപ്പോൾ ഈ ഒരു സോഷ്യൽ പ്രോസസ്സിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ ഈ ഒരു മാർക്കറ്റ് മെക്കാനിസം, പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് മെക്കാനിസം നടത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്, വെൽഫെയർ മോട്ടീവായിട്ടുള്ള ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ധാരാളമായിട്ട് നടന്നു വരുന്നത്. The government plays an important role in human capital formation in areas where the private sector plays a role. It is the government's responsibility to ensure that the private sector adheres to the standards stipulated by the government and charges the correct price. ഗവൺമെൻറ് മേഖലയിലും അതേപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലും ഇത്തരം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രൈവറ്റ് മേഖലയിൽ ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുന്നത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും. അത് കറക്റ്റായിട്ടുള്ള രീതിയിലാണോ, കൃത്യമായിട്ടുള്ള പ്രൈസ് ഈടാക്കിക്കൊണ്ടാണോ നടത്തുന്നത് എന്നതിനുള്ള ഒരു മേൽനോട്ടം ഗവൺമെൻറ് വഹിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ വരുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മേഖലയിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ചില സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ഇന്ത്യ വി ഹാവ് ദ മിനിസ്ട്രീസ് ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ടു റെഗുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സെക്ടർ. വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രീസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ റെഗുലേഷൻസ് നമ്മളുടെ എക്കണോമിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ദെൻ അതേപോലെ തന്നെ വരുന്ന മറ്റൊരു സ്ഥാപനമാണ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. ദെൻ AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. NCERT എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള നാഷണൽ കൗൺസിലാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ഗവേഷണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ UGC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ്. ഹയർ എഡ്യൂക്കേഷനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് UGC എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിലാണിത്. ഇത് സാങ്കേതിക വിദ്യാഭ്യാസത്തെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ മേഖലയിലുള്ള റെഗുലേറ്ററി ബോഡീസാണ് ഇനി നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ദ നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞ മൂന്നെണ്ണം: ICMR, നഴ്സിംഗ് കൗൺസിൽ, ഫാർമസി കൗൺസിൽ തുടങ്ങിയവ. ഓക്കെ. ദെൻ എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയിൽ പരിഗണിക്കപ്പെടുന്നത്? In December 2009, the Government of India enacted the Right to Education Act to make free education a fundamental right of all children in the age group of 6 to 40. 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്ന ഒരു നിയമം 2009 ഡിസംബറിൽ പാർലമെൻറ്റ് പാസ്സാക്കുകയുണ്ടായി. ഗ്രോത്ത് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ സാധിക്കും നമ്മളുടെ ഇന്ത്യൻ എക്കണോമി വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ദ ഗവൺമെൻറ് സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് മണി ഓൺ എഡ്യൂക്കേഷൻ. ദിസ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ 2 ways. നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം വലിയ ഒരു തുക തന്നെ ചിലവഴിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും 2 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ, ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. സർക്കാരിൻ്റെ ആകെ ചെലവിൻ്റെ ശതമാനമായിട്ടാണ്
ഒന്നാമതായിട്ട് കണക്കാക്കുന്നത്. വിദ്യാഭ്യാസത്തിന് ഗവൺമെൻറ് കൽപ്പിക്കുന്ന പ്രാധാന്യത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെ, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഭാഗം എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര കണ്ട് ഈ ഒരു എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് നൽകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. Then as a percentage of GDP, this indicates how much of our income is spent on education. GDPയുടെ ശതമാനക്കണക്കിൽ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വരുമാനത്തിൽ എത്രത്തോളം വിദ്യാഭ്യാസത്തിന് ചിലവഴിക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഹോൾ എക്കണോമിയുടെ വരുമാനത്തിൽ നിന്ന് എത്ര ഭാഗം വിദ്യാഭ്യാസ മേഖലയിലെ ചിലവിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിൽ നടത്തുന്ന ചിലവ്, വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ചിലവുകൾ ഡിഫറെൻറ്റ് ഇയേഴ്സിലുള്ള കണക്കുകളാണ് ഈ ഒരു പട്ടികയിൽ നൽകിയിട്ടുള്ളത്. 1952 2012 ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ചെലവ് സർക്കാരിൻ്റെ ആകെ ചെലവിൻ്റെ ശതമാനക്കണക്കിൽ പറഞ്ഞാൽ 7.92% നിന്നും 11.7% ഉയർന്നു. അതുപോലെ ഈ കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ചെലവ് GDPയുടെ 0.64% നിന്നും 3.31% ഉയർന്നു. സ്വകാര്യ മേഖല ചെലവാക്കുന്ന പണം കൂടി കണക്കാക്കിയാൽ ഈ കണക്ക് വളരെ ഉയർന്നു പോകും. വിദ്യാഭ്യാസ രംഗത്തുള്ള സർക്കാർ ചെലവിൻ്റെ വലിയൊരു ഭാഗം പ്രാഥമിക വിദ്യാഭ്യാസത്തിനാണ് ചിലവാക്കുന്നത്. കാരണം ഈ രംഗത്ത് വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. There is a huge disparity in the case of per capita education expenditure across the states in India. Himachal Pradesh has the highest per capita education expenditure with rupees 12,500 in 2009-10 and the lowest is rupees 2,200 in Punjab. ആളോഹരി വിദ്യാഭ്യാസ ചെലവിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വലിയ ഒരു അന്തരം നിലനിൽക്കുന്നുണ്ട്. 2009-10 കാലഘട്ടത്തിൽ ഹിമാചൽ പ്രദേശിൽ വളരെ ഉയർന്ന ആളോഹരി വിദ്യാഭ്യാസ ചെലവും അത് 12,500 ആയിരുന്നു. പഞ്ചാബിൽ വളരെ താഴ്ന്ന ആളോഹരി വിദ്യാഭ്യാസ ചെലവും അത് 2,200 ആയിരുന്നു. The inadequacy of the expenditure on education can be seen if we compare it with the recommendations of various commissions. In 1964 to 66, the Education Commission had suggested that at least 6% of GDP should be spent on എഡ്യൂക്കേഷൻ. അതായത് ഓരോ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നീക്കിവെക്കേണ്ടുന്ന ആ ഒരു തുകയുടെ അളവ് കൃത്യമായിട്ട് വിവിധ എഡ്യൂക്കേഷൻ കമ്മീഷനുകൾ പറയുന്നുണ്ട്. 1964-66 കാലഘട്ടത്തിൽ GDPയുടെ 6% എങ്കിലും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നുള്ളൊരു സജഷൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ നൽകുകയുണ്ടായിട്ടുണ്ട്. The Tapas Majumdar Committee in 1998 estimated an expenditure of around rupees 1.37 lakh crore over 10 years, that is 1998 to 1999 to 2006 to 2007, to bring up children in the age group of 6 to 14 years. ഓക്കെ, ഈ ഒരു തപസ് മഞ്ജുനാഥ് കമ്മിറ്റിയിൽ പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് 10 വർഷത്തേക്ക് 1.37 ലക്ഷം കോടിയുടെ ചിലവാണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ ദോ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP ഹാസ് ക്രോസ്ഡ് 4%. It is still lower than the desired level. The desired level is regarded as 6%. ഓക്കെ, നമ്മൾ ആവശ്യമായിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ടോട്ടൽ GDPയുടെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് റെക്കമെൻഡേഷൻ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് എത്രയേ നടക്കുന്നുള്ളൂ, 4% മാത്രമാണ്, അല്ലേ? അത് വളരെയധികം കുറവാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു റെക്കമെൻഡേഷൻ കൂടുതലായിട്ട് പാലിച്ചു പോരുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാതലായിട്ടുള്ളൊരു മാറ്റം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുന്നതായിരിക്കും. ദെൻ എഡ്യൂക്കേഷൻ സെസ്. The central budget 2004-05 levied an education cess of 2% on all union taxes. The revenue proceeds above rupees 6,000 crore in 2006-07 from this cess is used exclusively for elementary education. Apart from this, many scholarships and liberal bank credit are available for higher education. 2004-2005 കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്ര നികുതികൾക്കെല്ലാം 2% വിദ്യാഭ്യാസ സെസ് ചുമത്തുകയുണ്ടായി. ഈ സെസ് വഴി കിട്ടിയ പണം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മാത്രമായി വിനിയോഗിച്ചു. ഇതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒട്ടേറെ സ്കോളർഷിപ്പുകളും ബാങ്ക് വായ്പകളും അനുവദിക്കുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ. ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പൂൾ ഓഫ് ട്രെയിൻഡ് ടെക്നിക്കൽ, സയൻറ്റിഫിക്, മാനേജീരിയൽ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദ വേൾഡ്. ദിസ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്, but actual educational achievement is measured using other indicators like literacy rate, primary education completion rate, etc. ശാസ്ത്ര, സാങ്കേതിക, മാനേജ്മെൻറ്റ് രംഗങ്ങളിൽ പരിശീലനം നേടിയ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്തെ യഥാർത്ഥ നേട്ടം കണക്കാക്കുന്നത് മറ്റു ചില സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. സാക്ഷരതാ നിരക്ക്, പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം നോക്കേണ്ടതുണ്ട്. ഈ വീക്ഷണഗതി വെച്ച് വിദ്യാഭ്യാസ രംഗത്തെ ഇന്ത്യയുടെ നേട്ടം എന്തായിരിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. വിദ്യാഭ്യാസ രംഗത്ത് നാം നല്ല പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് ഇനി പറയുന്ന പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ഈയൊരു നേട്ടം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ എക്കണോമി ഇനിയും കുറേയധികം മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയെങ്കിൽ മാത്രമേ നല്ലൊരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1990-ലും 2015 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ലിറ്ററസി റേറ്റ്, അതേപോലെ തന്നെ പ്രൈമറി കംപ്ലീഷൻ റേറ്റ്, യൂത്ത് ലിറ്ററസി റേറ്റ് ഇവയുമായിട്ടുള്ളൊരു കമ്പാരിസനാണ് ഈ ഒരു ടേബിളിനകത്ത് നടന്നിട്ടുള്ളത്. അഡൾട്ട് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. 15 വയസ്സിന് മുകളിലുള്ള വിദ്യാസമ്പന്നരായ ആളുകളുടെ കണക്കാണ് ഈ ഒരു അഡൾട്ട് ലിറ്ററസി റേറ്റ് കാണിക്കുന്നത്. അവിടെ 1990-ൽ 61.9 ആയിരുന്നത് 2015 ആയപ്പോഴേക്കും 81 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 37.9 ആയിരുന്നത് 63 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ പ്രൈമറി കംപ്ലീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ആളുകളുടെ എണ്ണമാണ്. പുരുഷന്മാർ 78 ആയിരുന്നു 1990-ൽ ഉണ്ടായിരുന്നത്, അത് 94 ആയിട്ട് 2015 ആയപ്പോഴേക്കും വർദ്ധിച്ചു. ദെൻ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് ഈ ഒരു പ്രൈമറി കംപ്ലീഷനിൽ 1990-ൽ 61 ആയിരുന്നത് 2050 ആയപ്പോഴേക്കും 99 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ യൂത്ത് ലിറ്ററസി റേറ്റ്, യുവാക്കളിലെ സാക്ഷരതാ നിരക്ക്, പുരുഷന്മാർ 1990-ൽ 76.6 ആയിരുന്നത് 2015 ആയപ്പോഴേക്കും 92 ആയിട്ട് വർദ്ധിച്ചു. ദെൻ സ്ത്രീകൾ 54.2 ആയിരുന്നത് 87 ആയിട്ട് 2015 വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യത്യാസം 90-ലും അതേപോലെ തന്നെ 2005-ലും കണക്ക് നോക്കുന്ന സമയത്ത് ലിറ്ററസി റേറ്റിലും പ്രൈമറി കംപ്ലീഷൻ റേറ്റിലും യൂത്ത് ലിറ്ററസി റേറ്റിലൊക്കെ വളരെ വലിയ തോതിലുള്ളൊരു വർധനവ് ഉണ്ടായതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഭാവിയിലെ വെല്ലുവിളികൾ, ചാലഞ്ചസ് ഫോർ ഫ്യൂച്ചർ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റിൽ എ ഡിസ്റ്റൻറ്റ് ഡ്രീം. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇനിയും ഒരു വിദൂര സ്വപ്നമായിട്ട് നിലനിൽക്കുന്നു. ഇന്ത്യ സ്റ്റിൽ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ഇല്ലിറ്ററേറ്റ്സ്. ലിറ്ററസി ലെവൽ ഓഫ് 68% മീൻസ് ഇല്ലിറ്ററസി ലെവൽ ഓഫ് 32%. ഇന്ത്യയിൽ ഇന്നും കുറേയധികം ജനങ്ങൾ ഇല്ലിറ്ററേറ്റ്സ് ആയിട്ട്, നിരക്ഷരരായിട്ട് നിലനിൽക്കുന്നുണ്ട്. 68% ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്ക് 68% എന്ന് പറയുമ്പോഴും അവിടെ 32% എന്ന് പറയുന്നത് എന്താണ്? ഇല്ലിറ്ററേറ്റ്സ് ആണ്, നിരക്ഷരരായിട്ട് അവിടെ നിലനിൽക്കുകയാണ്. ദെൻ ജെൻഡർ ഇക്വിറ്റി ബെറ്റർ ദാൻ ബിഫോർ. ലിംഗ സമത്വം മുൻപത്തേക്കാൾ മെച്ചപ്പെട്ട് നിൽക്കുന്നു. ജെൻഡർ ഡിസ്പാരിറ്റീസ് ആർ ഗ്ലാരിങ്. While male literacy is 68.4, female literacy is only 45.4. This is one of the lowest in the world. Similar gender disparities can be seen in primary education completion rate and youth literacy rate. The differences in literacy rates between males and females are now narrowing, showing a positive development towards gender equity. വിദ്യാഭ്യാസ രംഗത്തെ ലിംഗഭേദം രൂക്ഷമാണ്. പുരുഷ സാക്ഷരത 68.4% ഉള്ളപ്പോൾ സ്ത്രീകളിൽ 45.4% സാക്ഷരത ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതകളിലൊന്നാണ് ഇത്. പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുടെ നിരക്കിലും യുവജന സാക്ഷരതാ നിരക്കിലുമെല്ലാം ഈ കടുത്ത ആൺപെൺ ഭേദം പ്രകടമാണ്. ആൺപെൺ സാക്ഷരതാ നിരക്കിലുള്ള വ്യത്യാസം ഇപ്പോൾ കുറഞ്ഞു വരുന്നത് ലിംഗ സമത്വത്തിലേക്കുള്ള ഒരു രചനാത്മകമായ മാറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇന്ത്യൻ എക്കണോമിയിൽ ജെൻഡർ ഇനീക്വാളിറ്റി, അല്ലേ, ലിംഗ അസമത്വം നിലനിന്നിരുന്നു. ഈ ലിംഗ അസമത്വം കാരണം അവിടെ പുരുഷന്മാരൊരു മേധാവിത്വം സ്ഥാപിക്കുകയും അവർക്ക് ഈ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ലിംഗ സമത്വത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവായിട്ട് നമ്മൾ കണക്കാക്കണം. ഹയർ എഡ്യൂക്കേഷൻ എ ഫ്യൂ ടേക്കേഴ്സ്. ഉന്നത വിദ്യാഭ്യാസം
ആ മേഖലയിലുള്ള കുറഞ്ഞ പങ്കാളിത്തം. India only a small percent of students who complete schooling go for higher education. This has to be improved. ഉന്നത വിദ്യാഭ്യാസം ശുഷ്കമാണ്, അതായത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നുള്ളൂ. ഇന്ത്യയിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കിയവരിൽ ചെറിയൊരു ശതമാനം മാത്രമേ ഉന്നത വിദ്യാഭ്യാസത്തിന് മുതിരുന്നുള്ളൂ. ഈ ഒരു സ്ഥിതി ഇന്ത്യൻ എക്കണോമിയിൽ മാറണം എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. That is all about today's class. We will meet in the next class with the new chapter. Okay, thank you.